ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിജയകരമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളാണ്. ബില്യനെയേഴ്സ് ആകുക എന്നത് ഭാഗ്യം കൊണ്ടോ ജന്മസമ്പത്ത് കൊണ്ടോ ഒന്നും മാത്രമല്ല, അവരുടെ ദിവസേനയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ ആണ് അവരുടെ വലിയ വിജയത്തിന് പിന്നിൽ. നമുക്കും അതിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയും. ഇന്ന് ലോകത്തിലെ വിജയിച്ച വ്യക്തികളുടെ പൊതുവായ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിജയം ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ വിജയത്തെക്കുറിച്ച്. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ വിജയിക്കുന്നവരും വിജയിക്കാത്തവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ മനോഭാവമാണ്, അതായത് മൈൻഡ് സെറ്റ്. ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരിക്കലും ജനിക്കുമ്പോൾ തന്നെ സമ്പന്നനായിരുന്നില്ല. ഒരു കാലത്ത് അവർ സാധാരണക്കാരായിരുന്നു, പക്ഷേ അവരുടെ ചിന്താഗതി അവരങ്ങ് മാറ്റി. അപ്പം ഒരു സാധാരണ വ്യക്തി ഒരു പ്രശ്നം വന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ വിജയികളായിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്ന എന്തുവാ, ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കും എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു. പലരും അതോടെ എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതും. എന്നാൽ വിജയികൾ അതിനൊരു പാഠമായിട്ട് കാണും. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അടുത്ത തവണ എന്ത് മാറ്റമാണ് ഞാനിതിൽ വരുത്തേണ്ടത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടരുത്. കാരണം ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നാളത്തെ നിങ്ങളുടെ വിജയം. നിങ്ങളുടെ മനസ്സിൽ ദിവസവും പറയേണ്ട ചില വാക്കുകളാണ്: എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് വളരാൻ കഴിയും, ഞാൻ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് മെച്ചപ്പെടും, പരാജയം എൻ്റെ അവസാനമല്ല. വിജയത്തിൻ്റെ വിത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് മുളപ്പിക്കേണ്ടത്. മനസ്സ് മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറും. മനസ്സ് ശരിയായാൽ അടുത്തതായിട്ട് വേണ്ടത് നല്ലൊരു ദിനചര്യയാണ്. നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം, ഏർലി മോർണിംഗ് റൊട്ടീൻ. ഒരു നല്ല ദിവസം തുടങ്ങുന്നത് ഒരു നല്ല പ്രഭാതത്തിൽ നിന്നാണ്. ഈ വാചകം വെറുതെ അല്ല പറയുന്നത്. ലോകത്തിലെ പല വിജയിച്ച ആളുകളുടെയും ജീവിതം പഠിച്ചാൽ അവരിൽ പലർക്കും ഒരു പൊതുവായ ശീലം കാണും: നേരത്തെ എഴുന്നേൽക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. വിജയിക്കാൻ എല്ലാവരും രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കണം എന്നൊരു നിയമമൊന്നുമില്ല. പ്രധാന കാര്യം ക്രമമായ ഒരു റൊട്ടീനാണ്. എന്നാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് പലർക്കും കൂടുതൽ ശാന്തമായ സമയവും ശ്രദ്ധയോടെ ജോലി ചെയ്യാനുള്ള അവസരവും നൽകുന്നു. അതിൽ പലരും എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കും. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അറിയാതെ തന്നെ നമ്മുടെ 1 മണിക്കൂർ പോയിരിക്കും. അപ്പോൾ നമ്മുടെ ദിവസം മറ്റുള്ളവരുടെ വിവരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൊണ്ടല്ല. വിജയിക്കുന്നവർ സാധാരണയായി അവരുടെ ആദ്യ മണിക്കൂറുകൾ അവർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവർ ആ സമയം പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ചെറിയ വ്യായാമങ്ങൾ ചെയ്യും. ഇന്നത്തെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് അവർ പ്ലാൻ ചെയ്യും. കുറച്ച് സമയം വായിക്കും. അതുപോലെ അവർ മനസ്സിനെ ശാന്തമാക്കി ഇരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊന്നും ഒരേ സമയം തുടങ്ങേണ്ടതല്ല. ആദ്യ ദിവസം 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. അതൊരാഴ്ച തുടർന്ന് കഴിയുമ്പോൾ വീണ്ടും 10 മിനിറ്റ് കൂടി കൂട്ടുക. ചെറിയ മാറ്റങ്ങളാണ് പിന്നീട് വലിയ ശീലങ്ങളാകുന്നത്. ഒരു നല്ല മോർണിംഗ് റൊട്ടീൻ എങ്ങനെയായിരിക്കണം? എഴുന്നേറ്റ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. 10-15 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാം. 20 മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ എക്സസൈസസ്, അതായത് വ്യായാമം ചെയ്യുക. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ ഏതാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഫോൺ നോക്കാവൂ. രാവിലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും സ്വാധീനിക്കും. അതുകൊണ്ട് ദിവസം നല്ല രീതിയിൽ തന്നെ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നേരത്തെ എഴുന്നേൽക്കുന്നത് മാത്രം വിജയത്തിൻ്റെ രഹസ്യമല്ല. എഴുന്നേറ്റ സമയത്തെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതാണ് യഥാർത്ഥ രഹസ്യം. ഒരു നല്ല ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വിജയികൾ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യമാണ് സമയം, അല്ലെങ്കിൽ ടൈം. സമയം ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്താണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പലപ്പോഴും അത് വീണ്ടെടുക്കാം.
പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ അത് ഒരിക്കലും തിരികെ കിട്ടില്ല. ഇതാണ് വിജയിച്ച ആളുകൾ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം, അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അല്ലേ? ഒരു സമ്പന്നനായ വ്യക്തിക്കും 24 മണിക്കൂർ തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഒരു സാധാരണക്കാരനും 24 മണിക്കൂർ തന്നെയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ചിലർ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുന്നത്? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, സമയം കിട്ടുന്നില്ല, എനിക്കൊന്നിനും സമയം തികയുന്നില്ല. പക്ഷെ സത്യം എന്താണ്? പലപ്പോഴും സമയമില്ല എന്നതല്ല നമ്മുടെ എല്ലാം പ്രശ്നം. ഉള്ള സമയം എവിടെയൊക്കെ പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ഒരു ദിവസം വെറും 30 മിനിറ്റ് വീതം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 3.5 മണിക്കൂർ, ഒരു മാസത്തിൽ ഏകദേശം 15 മണിക്കൂർ, ഒരു വർഷമാകുമ്പോഴോ ഏകദേശം 180 മണിക്കൂർ. 180 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ കഴിവ് പഠിക്കാം, 10-15 പുസ്തകങ്ങൾ വായിക്കാം, ഒരു ചെറിയ ബിസിനസ് തുടക്കാനുള്ള അറിവ് വരെ നേടാൻ സാധിക്കും. വിജയികളായ വ്യക്തികൾ ഓരോ ദിവസവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇന്ന് ഞാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? ആ ജോലി ആദ്യം പൂർത്തിയാക്കാം, അതിനുശേഷമാണ് അവർ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ ടിപ്പ് പറയാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ എഴുതി വെക്കുക. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം അവ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇല്ല എന്ന് പറയാനായിട്ട് പഠിക്കുക. നോ. എല്ലാ ക്ഷണങ്ങളും നമ്മൾ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ല. എല്ലാ ഫോൺ കോളുകളും നമ്മൾ ഉടൻ തന്നെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളാണ് പിന്നിലായി പോകുന്നത്. വിജയികൾ എപ്പോഴും തിരക്കുള്ളവരൊന്നും അല്ല. ശരിയായ കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് തിരക്കുണ്ടാവുന്നത്. ഇനി ഒരു ശീലം കൂടി പറഞ്ഞുതരാം. 1 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫോൺ സൈലൻറ്റിലാക്കി വെക്കുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക, ഒരേ സമയം ഒരു ജോലി മാത്രം ചെയ്യുക. ഇതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് കഴിയും. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് എടുത്ത് നിങ്ങളോട് തന്നെ ചോദിക്കുക: ഇന്ന് എൻ്റെ സമയം എവിടെയാണ് പോയത്? ഞാൻ എന്താണ് പഠിച്ചത്? നാളെ എന്ത് കാര്യങ്ങൾ എനിക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും? ഈ ചെറിയ ആത്മപരിശോധന നിങ്ങളെ പതിയെ കൂടുതൽ അച്ചടക്കമുള്ള വ്യക്തിയായിട്ട് മാറ്റും. സമയം മാനിക്കുന്നവരെയാണ് സമയം വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സമയം നന്നായി ഉപയോഗിച്ചാൽ അടുത്തതായി നമ്മൾ അതിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അറിവാണ്. കാരണം വിജയികൾ ഒരിക്കലും പഠനം നിർത്താറില്ല. ദിവസവും വായിക്കുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ വരുമാനം ഉയരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അറിവ് ഉയരണം. ഇതാണ് വിജയിച്ച പലരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു പൊതുവായ സത്യം. സമ്പന്നർ ഒരിക്കലും പറയില്ല എനിക്കെല്ലാം അറിയാം. അവരങ്ങനെ ഒരിക്കലും കരുതത്തില്ല. അവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് അവർ തയ്യാറാകുന്നത്. സ്കൂൾ പഠനം കഴിഞ്ഞാൽ പലരും പഠനം അവസാനിപ്പിച്ചു എന്ന് കരുതും. എന്നാൽ യഥാർത്ഥ പഠനം എവിടെയാണ് തുടങ്ങുന്നത്? ലോകം ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജികൾ, പുതിയ ബിസിനസ് രീതികൾ, പുതിയ അവസരങ്ങൾ, ഇവയെല്ലാം അറിയാനായിട്ട് നമ്മൾ തുടർച്ചയായ പഠനം നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് വിജയികൾ വായിക്കുന്നത്? പുസ്തകങ്ങൾ വായിക്കുന്നത് അറിവ് മാത്രം നൽകുന്നില്ല, അത് നമ്മുടെ ചിന്താരീതികളെ മാറ്റുന്നു. ഒരു നല്ല പുസ്തകം വർഷങ്ങളായിട്ട് ഒരാൾ വായിക്കുവാണെങ്കിൽ അയാൾ സമ്പാദിച്ച അനുഭവങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ എഴുത്തുകാരൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് എല്ലാ തെറ്റുകളും നമ്മൾ തന്നെ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് വായിക്കാം. എല്ലാ പുസ്തകങ്ങളും ഒരുപോലെയാണോ? അല്ല. നമ്മളെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്
വ്യക്തിത്വ വികാസത്തിന് വേണ്ടി, അതായത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ സാമ്പത്തിക അറിവ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ആശയവിനിമയത്തിലുള്ള അറിവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ്, ശീലങ്ങൾ വളർത്താനുള്ള, അതായത് ഹാബിറ്റ് ബിൽഡിംഗ്. അതുപോലെ നമുക്ക് ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്കും നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വായിക്കാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വായിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വായിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ ദിവസവും ഒരു 10, 15, 20 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു വർഷം നിരവധി പുസ്തകങ്ങൾ വായിച്ച് തീർക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്കിന്ന് ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി നമുക്കറിയാം ഓഡിയോ ബുക്സ്, അത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നല്ല നല്ല പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്, പോഡ്കാസ്റ്റ് കേൾക്കാം. പിന്നെ പഠനപരമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ പ്രധാന കാര്യം നമ്മുടെ ദിവസവും എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുക എന്നതാണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയോഗിക്കുകയും കൂടെ വേണം. പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രാവർത്തികമാക്കുക. അപ്പോൾ വായിക്കുന്നത് മാത്രം പോരാ, പഠിച്ചതിൽ നിന്നും ഒരു ചെറിയ കാര്യമെങ്കിലും ജീവിതത്തിൽ നടപ്പിലാക്കണം. ഉദാഹരണത്തിന്, ഒരു പുസ്തകത്തിൽ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അടുത്ത ദിവസം തന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കി നോക്കുക, ടു ഡു ലിസ്റ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ ടിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അറിവും പ്രവൃത്തിയും ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. ഒരു ചെറിയ ശീലം പറഞ്ഞുതരാം. ഓരോ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി വെക്കുക. ഞാൻ എന്താണ് പുതിയതായിട്ട് പഠിച്ചത്? എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? ഇന്നു മുതൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസം അതിപ്പോൾ ഒരു ഡിഗ്രിയോടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നവരാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു നല്ല ശീലമാണ്. വായിക്കുന്നവർ വളരുന്നു, അല്ലേ? പഠിക്കുന്നവർ മുന്നേറുന്നു. മനസ്സിനും അറിവിനും ശേഷം വിജയികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് അത് അവരുടെ ആരോഗ്യം തന്നെയാണ്. കാരണം ആരോഗ്യമില്ലാതെ ഒരു വിജയവും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആരോഗ്യം നമുക്ക് സംരക്ഷിക്കുന്ന ശീലം വളർത്തിയെടുക്കാം. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഈ വാചകം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അല്ലേ? പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പലപ്പോഴും അസുഖം വന്ന ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സമ്പന്നനായ ഒരു വ്യക്തി എത്ര പണമുണ്ടായാലും ആരോഗ്യമില്ലെങ്കിൽ ആ പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വിജയിച്ച ആളുകൾ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു അസറ്റായിട്ട് പോലെയാണ് കാണുന്നത്, അതായത് സ്വത്തായിട്ടാണ് അവർ കാണുന്നത്. നമ്മുടെ ആരോഗ്യം എന്തുകൊണ്ട് പ്രധാനമാണെന്ന് പറയുന്നു. നിങ്ങൾക്കൊരു വലിയ സ്വപ്നമുണ്ടാകാം, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ജോലി നേടണം, കുടുംബത്തെ നന്നായി നോക്കണം. എന്നാൽ ശരീരം തന്നെ സഹായിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം വിജയം നേടാനായിട്ട് നമുക്ക് ഊർജം വേണം, അതായത് എനർജി വേണം. ആ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. നല്ലൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കൂടുതലും പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. ദിവസവും മതിയായവോളം നമ്മൾ വെള്ളം കുടിക്കുക. അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ്, പഞ്ചസാര, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയൊക്കെ നമ്മൾ കുറയ്ക്കുക. നമ്മൾ ഭക്ഷണം ഒഴിവാക്കാതെ നമ്മൾ സമയത്ത് തന്നെ കറക്റ്റ് ടൈമിൽ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഡയറ്റ് ചെയ്യാനല്ല, നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നല്ലൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നത്. ദിവസേനയുള്ള വ്യായാമം. എല്ലാവർക്കും ജിമ്മിൽ പോകാൻ കഴിയണമെന്നൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് വ്യായാമം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. 30 മിനിറ്റ് നമുക്ക് നടക്കാം. അതുപോലെ വീട്ടിൽ നമുക്ക് ചെറിയ രീതിയിൽ അല്ല ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാം, യോഗ ചെയ്യാം, പടികളൊക്കെ കയറി ഇറങ്ങാം. പ്രധാന കാര്യം നമ്മൾ ദിവസവും നമ്മുടെ ശരീരം ചലിപ്പിക്കുക എന്നുള്ളതാണ്. ചിലർ കരുതും വിജയിക്കണമെങ്കിൽ ഉറക്കം കുറയ്ക്കണം. പക്ഷേ അതൊന്നും ശരിയല്ല. കാരണം മതിയായ ഉറക്കം
ലഭിക്കുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് നന്നായിട്ടും പ്രവർത്തിക്കുന്നതും നമ്മുടെ ഓർമ്മശക്തി മെച്ചപ്പെടുന്നതും നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് എടുക്കാൻ കഴിയുന്നതും നമ്മുടെ ശരീരം നല്ലപോലെ വിശ്രമിക്കുന്നതും. അപ്പം ദിവസവും നമ്മൾ ഏകദേശം 7 മുതൽ 9 മണിക്കൂറുകൾ നമ്മൾ ഉറങ്ങണം. പക്ഷേ പല ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നതാണിത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. മാക്സിമം നമ്മൾ നമ്മുടെ ക്ഷീണം പോകുന്നത് വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ ദേഷ്യം, സമ്മർദ്ദം എന്നിവയോട് നമ്മൾ ജീവിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ശരിക്കും ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലാതെ നമുക്ക് കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് എന്താണോ അത് ചെയ്യുക. ആവശ്യമെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. വിജയികളായിട്ട് ഉള്ളവർ ഒരേ സമയം വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാറില്ല. പകരം അവർ ചെറിയ ചെറിയ ശീലങ്ങളാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്നു മുതൽ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കൂടുതൽ ഞാൻ നടക്കും, ഉറങ്ങുന്നതിനൊരു 30 മിനിറ്റ്സ് മുമ്പ് നമ്മൾ ഫോൺ മാറ്റി വെക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ മാസങ്ങൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. നിങ്ങളുടെ ശരീരം ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരേ ഒരു വീടാണ്. അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സമ്പാദിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പ്രയാസകരമായിട്ട് മാറും. ആരോഗ്യവും അറിവും ഉണ്ടായാൽ മാത്രം പോരാ. വിജയിക്കാൻ വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷനും കൂടെ വേണം, അതായത് ദിശ. ആ ദിശ നൽകുന്നത് ലക്ഷ്യങ്ങളാണ്. അപ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ നമുക്ക് വേണം. ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ആൻഡ് വിഷൻ. കപ്പലിന് ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ ഏതു കാറ്റും അതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകില്ല. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് ബാധകമാണ്. പലരും കഠിനമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പക്ഷേ അവർക്ക് വ്യക്തമായിട്ട് ഉള്ള ലക്ഷ്യങ്ങളില്ല. അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ എവിടെയോ തന്നെ നിൽക്കുക. വിജയിച്ച ആളുകളുടെ ജീവിതം നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് എന്താകണം, എവിടെ എത്തണം, എപ്പോൾ എത്തണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. ലക്ഷ്യം ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളൊരു ബസ്സിൽ കയറി, പക്ഷേ ആ ബസ് എവിടേക്കാണ് പോകുന്നതെന്ന് പോലും നിങ്ങൾക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ലക്ഷ്യമില്ലാതെയുള്ള ജീവിതം. ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ എഴുതി വയ്ക്കുക. പലരും മനസ്സിൽ ആഗ്രഹങ്ങൾ വയ്ക്കും. എനിക്ക് നല്ല ജോലി വേണം, എനിക്കൊരു വീട് വേണം, എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം. ഇവയെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ലക്ഷ്യം എന്നത് എങ്ങനെയായിരിക്കണം? അടുത്ത 12 മാസത്തിനുള്ളിൽ ഒരു 2 ലക്ഷം നമ്മൾ സേവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ദിവസം തോറും ഒരു 30 മിനിറ്റ് ഞാൻ നടക്കും. ഈ വർഷം ഞാനൊരു 10, 12, 13 പുസ്തകങ്ങളെങ്കിലും ഞാൻ വായിച്ച് തീർക്കും. ഓരോ മാസവും ഒരു പുതിയ സ്ട്രീം ഞാൻ പഠിക്കും. ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതുമ്പോഴാണ് അത് ലക്ഷ്യമാകുന്നത്. വലിയ ലക്ഷ്യത്തെ നമ്മൾ ചെറിയ ഭാഗങ്ങളാക്കുക, അതായത് പാർട്സ് ആക്കുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മളൊരു മല കയറണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരൊറ്റ ചുവടിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ കഴിയത്തില്ല. നമ്മൾ ഓരോ ചുവട് വെച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെയാണ് നമ്മൾ വലിയ ലക്ഷ്യങ്ങളെയും ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ വിഭജിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വളർത്തണം? അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആഴ്ചയിൽ കറക്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നല്ല തംബ്നെയിലായിരിക്കണം. സ്ഥിരമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിനൊരു ഷെഡ്യൂൾ വെച്ചിരിക്കണം. ഓരോ വീഡിയോസും മുൻപത്തേതിനേക്കാൾ എങ്ങനെ ബെറ്റർ ആക്കണം എന്ന് ഞാൻ ചിന്തിക്കണം.
എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു ലക്ഷ്യം വേണം. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് വലിയൊരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അതായത് പല വിജയികളും അവരുടെ സ്വപ്നങ്ങൾ ചിത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ വാക്കുകളായിട്ടോ ഒരു ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. എന്തുകൊണ്ടാണിങ്ങനെ? കാരണം എല്ലാ ദിവസവും അത് കാണുമ്പോൾ അവരുടെ ലക്ഷ്യം അവർക്ക് ഓർമ്മ വരും. അപ്പം നിങ്ങൾക്കും ഒരു ചെറിയൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം പോയിൻറ്റ്സ് ആയിട്ട്: നല്ല ആരോഗ്യം, സ്വന്തം വീട്, സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷമുള്ള കുടുംബം, നമുക്ക് സക്സസ്ഫുൾ കരിയർ, അങ്ങനെയെല്ലാം പറഞ്ഞ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രസ് നമ്മൾ പരിശോധിക്കുക. ഓരോ മാസത്തിൻ്റെ അവസാനത്തിലും നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയോ? എന്തിനാണ് നന്നായി ഞാൻ ചെയ്തത്? എന്താണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്? ഈ ചെറിയ വിലയിരുത്തൽ നിങ്ങളെ ശരിയായിട്ടുള്ളൊരു വഴിയിലേക്ക് നയിക്കും. താരതമ്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് വലിയൊരു തെറ്റാണ്. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമായ വഴികളിലേക്കാണ്. അപ്പം നിങ്ങൾ ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് മെച്ചപ്പെട്ടാൽ അതാണ് യഥാർത്ഥ വിജയം. സ്വപ്നങ്ങൾ കാണുന്നവർ ഒരുപാടുണ്ട് അല്ലേ? പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ഒരു തീയതിയും പദ്ധതിയും നൽകുന്നവരാണ് അവയെ യാഥാർത്ഥ്യമാക്കുന്നത്. എഴുതിയ ലക്ഷ്യങ്ങൾ നമ്മൾ ദിവസേന ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കുന്നു. ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് എളുപ്പമാണ്, പക്ഷേ എല്ലാ ദിവസവും അതിനായിട്ട് പ്രവർത്തിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിന് നമുക്ക് വേണ്ട ഒരു ശക്തിയാണ് അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ. മോട്ടിവേഷൻ ഒരു ദിവസം നിങ്ങളെ മുന്നോട്ട് നയിക്കും, പക്ഷേ ഡിസിപ്ലിൻ നിങ്ങളെ ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകും. വിജയിച്ച ആളുകളെ നോക്കുമ്പോൾ പലരും ചോദിക്കും, അവർക്ക് ഇത്രയും മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? പക്ഷേ സത്യം എന്തെന്നാൽ അവരെല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആയിരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് ചില ദിവസങ്ങളിൽ മടിയും ക്ഷീണവും ഒക്കെ ഉണ്ടാകും. എന്നിട്ടും അവർ ചെയ്യേണ്ട ജോലി ചെയ്യും. അതാണ് ഡിസിപ്ലിൻ. ഇനി മോട്ടിവേഷൻ വേഴ്സസ് ഡിസിപ്ലിൻ, അതിൻ്റെ ഉദാഹരണം പറയാം. നിങ്ങളൊരു ദിവസം തീരുമാനിച്ചു, അതായത് നാളെ മുതൽ രാവിലെ നടക്കാൻ പോകും. ആദ്യ 2 ദിവസം ആവേശത്തോടെ പോകും, 3-ാമത്തെ ദിവസം മഴയാണ്, 4-ാം ദിവസം ഉറക്കം, 5-ാം ദിവസം മടി, അങ്ങനെ പോയി. മോട്ടിവേഷൻ മാത്രം ആശ്രയിച്ചിരുന്നാൽ ശീലം അവിടെ അവസാനിക്കും. പക്ഷേ ഡിസിപ്ലിനുള്ള ഒരാൾ പറയും, ഇന്ന് പോകാൻ തോന്നുന്നില്ല, പക്ഷെ ഞാൻ തീരുമാനിച്ചത് കൊണ്ട് പോകും. ഇതാണ് വിജയികളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത്. ആ ദിവസം ഇന്നാണ്. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. ആദ്യ ചുവട് വയ്ക്കാനുള്ള ധൈര്യം മാത്രം മതി. ഇന്ന് തുടങ്ങൂ, നാളെ തുടരൂ, ഒരിക്കലും നിർത്തരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസിനായി എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.